ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതുവർഷം ആരംഭിച്ചിരിക്കുന്ന ജനുവരിയിൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഓരോ വർഷം കഴിയുന്തോറും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ എണ്ണത്തിൽ ലക്ഷക്കണക്കിന് പേരുടെ കുറവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അനർഹരെയും മരിച്ചുപോയവരെയും പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഇതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. എന്നാൽ അർഹതയുള്ള ലക്ഷക്കണക്കിന് പേരും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. ഇത്തരത്തിൽ പുറത്തായ 3 ലക്ഷത്തിലധികം പേരുടെ പരാതികൾ ലഭിക്കുകയും വകുപ്പ് തല നടപടികൾ എടുക്കുകയും ചെയ്തതിനെ തുടർന്ന് പെൻഷൻ പുനഃസ്ഥാപിച്ച് നൽകിയതായി സർക്കാർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എന്നാൽ ഇവർക്കെല്ലാം ജനുവരി മാസം മുതലായിരിക്കും പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുക. സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ പെൻഷൻ ലഭിക്കുന്നത് മുടങ്ങാതിരിക്കുവാൻ 2023 സെപ്റ്റംബർ 30 മുമ്പായി പെൻഷൻ ലഭിച്ചു തുടങ്ങിയ 60 വയസ്സ് പൂർത്തിയാകാത്ത വിധവാ പെൻഷൻ ലഭിക്കുന്നവരും 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻ ലഭിക്കുന്നവരും വിവാഹിതയല്ല പുനർവിവാഹിതയല്ല എന്ന സാക്ഷ്യപത്രം അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ്. വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രമാണ് നൽകേണ്ടത്. സാക്ഷ്യപത്രത്തോടൊപ്പം ആധാർ കാർഡ് കോപ്പി കൂടി ചേർത്താണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകേണ്ടത്. പല പഞ്ചായത്തുകളും ജനുവരി 31 സാക്ഷ്യപത്രം സ്വീകരിക്കുവാൻ നൽകിയിരിക്കുന്ന അവസാന ഡേറ്റ്. മറ്റ് പഞ്ചായത്തുകളിൽ ഡേറ്റ് വ്യത്യാസമുണ്ടാകും. അതിനാൽ പഞ്ചായത്ത് ഓഫീസറെ വിളിച്ചു ചോദിക്കുകയോ അല്ലെങ്കിൽ വാർഡ് മെമ്പറോട് ചോദിച്ചോ കൃത്യ ഡേറ്റ് അറിയേണ്ടതാണ്. എല്ലാ വർഷവും ഈ സർട്ടിഫിക്കറ്റ് ഒരു പ്രാവശ്യം നൽകണം, ഇല്ലെങ്കിൽ പെൻഷൻ മുടങ്ങും. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കുക. മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് 7 ലക്ഷത്തോളം പേർക്ക് ജൂലൈ ഓഗസ്റ്റ് പെൻഷൻ മുടങ്ങിയിരുന്നു. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതിനാലാണ് പെൻഷൻ മുടങ്ങിയത്. ഇത്തരക്കാർക്ക് ജനുവരി 1 മുതൽ 20 തീയതി വരെ മസ്റ്ററിംഗ് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പൂർത്തീകരിക്കാവുന്നതാണ്. ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകി പെൻഷൻ പുനഃസ്ഥാപിക്കാവുന്നതാണ്. ജനുവരിയിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർക്ക് തുടർന്ന് ജനുവരി മാസ പെൻഷൻ എന്നാണോ നൽകുന്നത് അന്ന് മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നതാണ്. അതുവരെയുള്ള കുടിശ്ശിക പെൻഷനുകൾ ലഭിക്കുന്നതല്ല. അതായത് ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള പെൻഷൻ ലഭിക്കില്ല. മസ്റ്ററിംഗ് അതുപോലെ നിർബന്ധിത സർട്ടിഫിക്കറ്റ് സമർപ്പിക്കൽ എന്നിവ സർക്കാർ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കുവാൻ എപ്പോഴും ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനാണ് ഇപ്പോൾ വിതരണം പൂർത്തിയായിരിക്കുന്നത്. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള 4 മാസത്തെ പെൻഷനാണ് കുടിശ്ശിക ആയിരിക്കുന്നത്. പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മറിയക്കുട്ടി നൽകിയ കേസ് ഹൈക്കോടതി ജനുവരി 10 വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതുകൂടാതെ ലോക്സഭാ ഇലക്ഷന് ഇനി കേവലം 3 മാസം കൂടി മാത്രമുള്ളതിനാൽ ജനുവരി മാസം മുതൽ എല്ലാ മാസവും ഏറ്റവും കുറഞ്ഞത് 1 മാസത്തെയെങ്കിലും പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. 4 മാസത്തെ കുടിശ്ശികയിൽ 1-2 ഗഡു ഇലക്ഷൻ പ്രഖ്യാപനം വരുന്ന മാസത്തിൽ കിട്ടിയേക്കാം. അതുവരെ എല്ലാ മാസവും ഒരു 1600 രൂപയെങ്കിലും വിതരണം ഉണ്ടാകുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. കേന്ദ്രത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം അധിക നികുതി വിഹിതമായി 1400 കോടി രൂപ ലഭിച്ചിരുന്നു. ജനുവരി മുതൽ മാർച്ച് വരെ 3000 കോടി രൂപ കടമെടുക്കുന്നതിനും സംസ്ഥാന സർക്കാരിന് സാധിക്കും. അതിനാൽ ജനുവരി മാസത്തിൽ പെൻഷൻ വിതരണം ഉറപ്പായിട്ടുണ്ട്. ഓഗസ്റ്റ് പെൻഷൻ വിതരണം ചെയ്തപ്പോൾ കേന്ദ്ര വിഹിതമുള്ളവർക്ക് 200 മുതൽ 500 രൂപ വരെ കുറച്ചാണ് ലഭിച്ചത്. ആ തുക പിന്നീട് കേന്ദ്രം പ്രത്യേകമായി വിതരണം ചെയ്യുമ്പോൾ മാത്രമേ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.